വൃന്ദാവനത്തിലെ രാവ് ആകാശം നീല പട്ടുടുപ്പണിഞ്ഞതുപോലെ സുന്ദരമാണ്. നിലാവെളിച്ചത്തിൽ യമുനാ നദി വെള്ളി നൂലുപോലെ ഒഴുകുന്നു. രാസലീലയ്ക്ക് ശേഷം പ്രകൃതി പോലും ശാന്തമായ ആ നിമിഷത്തിൽ രാധയും കൃഷ്ണനും വനവീഥികളിലൂടെ മന്ദം മന്ദം നടക്കുകയായിരുന്നു. നടക്കുന്നതിനിടയിൽ കൃഷ്ണന്റെ കണ്ണുകൾ രാധയുടെ പാദത്തിൽ പതിഞ്ഞു. പനിനീർ പൂവിതളുകളേക്കാൾ മൃദുവായ ചെന്താമരം മുട്ടുപോലെ സുന്ദരമായ ആ പാദങ്ങളിൽ നിറയെ വൃന്ദാവനത്തിലെ മണ്ണും ഉണങ്ങിയ പുല്ലുകളും പറ്റിപ്പിടിച്ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ കൃഷ്ണന്റെ ഉള്ളൊന്നു പിടഞ്ഞു. അദ്ദേഹം പറഞ്ഞു, രാധേ. കൃഷ്ണൻ മൃദുവായി വിളിച്ചു, ഒന്ന് നിൽക്കൂ. നിന്റെ പാദങ്ങൾ നോക്കൂ, നിറയെ മണ്ണും പുല്ലും പറ്റിപ്പിടിച്ചിരിക്കുന്നു. നടക്കുമ്പോൾ അത് നിന്നെ നോവിക്കുന്നില്ലേ? വരൂ, ഞാൻ ഈ മണ്ണെല്ലാം കഴുകി നിന്റെ പാദങ്ങൾ വൃത്തിയാക്കി തരാം. ഇത് പറഞ്ഞ് ലോകം മുഴുവൻ ആരുടെ പാദങ്ങളിൽ വീഴുന്നുവോ ആ ജഗത് നാഥൻ കൃഷ്ണൻ രാധയുടെ പാദങ്ങൾ കഴുകാനായി താഴെയിരുന്നു. ആ പ്രപഞ്ചനാഥൻ ഒരു ഭൃത്യനെ പോലെ തന്റെ പ്രിയതമയുടെ പാദങ്ങളിൽ തൊടാൻ ഒരുങ്ങിയപ്പോൾ രാധാറാണി വേഗത്തിൽ പിന്നോട്ട് മാറി. കണ്ണാ, അരുത്, എന്റെ പാദങ്ങളിൽ അങ്ങ് സ്പർശിക്കരുത്. രാധയുടെ സ്വരത്തിൽ സ്നേഹപൂർവമായ ഒരു ശാസനയുണ്ടായിരുന്നു. കണ്ണൻ അമ്പരന്നു. തന്റെ പ്രിയപ്പെട്ടവൾക്ക് തന്റെ സേവനം ഇഷ്ടപ്പെട്ടില്ലേ? അദ്ദേഹം അല്പം സങ്കടത്തോടെ എഴുന്നേറ്റു. തുടർന്ന് അവർ യമുനാ തീരത്തെത്തി. ഒഴുകുന്ന പുണ്യജലം കണ്ടപ്പോൾ കൃഷ്ണൻ വീണ്ടും അപേക്ഷിച്ചു, ശരി രാധേ, എന്റെ സ്പർശനം നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. പക്ഷേ ഈ യമുനയിലെ തെളിനീരിൽ നിന്റെ പാദങ്ങൾ ഒന്ന് കഴുകിക്കൂടെ? ഈ അഴുക്കെല്ലാം മാറി നിന്റെ പാദങ്ങൾ പഴയ പോലെ സുന്ദരമാകുമല്ലോ. രാധാറാണി മറുപടിയൊന്നും പറയാതെ മന്ദഹസിച്ചതേയുള്ളൂ. പാദങ്ങൾ കഴുകാൻ അവൾ അപ്പോഴും തയ്യാറായില്ല. ഒടുവിൽ കൃഷ്ണൻ ചോദിച്ചു, എന്തിനാണ് രാധേ നീ ഇത്രയും നിർബന്ധം പിടിക്കുന്നത്? അല്പം മണ്ണ് കഴുകി കളയാൻ നിനക്ക് എന്തിനാണ് ഇത്ര മടി? രാധാറാണി കൃഷ്ണന്റെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി. ആ കണ്ണുകളിൽ പ്രപഞ്ചം മുഴുവൻ നിറയുന്ന സ്നേഹമായിരുന്നു. അവൾ മെല്ലെ കൃഷ്ണനോട് പറഞ്ഞു, കണ്ണാ, അങ്ങ് ഇതിനെ വെറും മണ്ണെന്ന് വിളിക്കുന്നുവോ? ഇത് അങ്ങയുടെ പാദങ്ങൾ പതിഞ്ഞ ഈ വൃന്ദാവനത്തിലെ മണ്ണാണ്. ഇതിന് അങ്ങയുടെ ഗന്ധമുണ്ട്. അങ്ങയുടെ പാദസ്പർശമേറ്റ ഈ മണ്ണ് എനിക്ക് അങ്ങയെ പോലെ തന്നെ പവിത്രമാണ്. അവൾ തുടർന്നു, അതിലുപരി കണ്ണാ, ഈ മണ്ണ് എന്നെ തേടി വന്നതാണ്. എന്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചതാണ്. എന്നെ വിശ്വസിച്ച് എന്റെ പാദങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒന്നിനെയും, അതൊരു മൺതരിയാണെങ്കിൽ പോലും അകറ്റി കളയാൻ എനിക്ക് കഴിയുകയില്ല. എന്നെ സ്നേഹിക്കുന്ന ഒന്നിനെയും ഉപേക്ഷിക്കാൻ ഈ രാധയ്ക്ക് ആവില്ല കണ്ണ. രാധാറാണിയുടെ വാക്കുകൾ കേട്ടപ്പോൾ കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു. തുളുമ്പി വന്ന ആ കണ്ണുനീർ തുള്ളി യമുനയിലെ കാറ്റിൽ അലിഞ്ഞു ചേർന്നു. ലോകം മുഴുവൻ ഭജിക്കുന്ന കൃഷ്ണൻ പോലും അന്ന് രാധയുടെ സ്നേഹത്തിന് മുന്നിൽ തോറ്റുപോയി. മണ്ണ് പോലും രാധയ്ക്ക് അഴുക്കല്ല, തന്റെ പ്രിയതവന്റെ സാമീപ്യമാണെന്ന് കണ്ണൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഇന്നും ഭക്തർ വിശ്വസിക്കുന്നത് രാധാറാണിയുടെ പാദങ്ങളിലെ ആ പുണ്യരജസ് മണ്ണ് ശിരസിൽ അണിയുന്നത് മോക്ഷത്തെക്കാൾ വലിയ ഭാഗ്യമാണെന്ന്. കാരണം രാധയുടെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചവരെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരിക്കലും കൈവിടുകയില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബാഹ്യമായ ശുദ്ധിയേക്കാൾ ആത്മീയമായ സ്നേഹത്തിനാണ് വിലയെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. തന്നെ വിശ്വസിച്ച് അഭയം പ്രാപിച്ച ഒന്നിനെയും, അതൊരു മൺതരി ആണെങ്കിൽ പോലും ഉപേക്ഷിക്കാത്ത രാധയുടെ കാരുണ്യവും ഭക്തന്റെ സ്നേഹത്തിന് മുന്നിൽ വിനീതനാകുന്ന ഭഗവാനെയുമാണ് ഇവിടെ കാണുന്നത്. സ്നേഹം പവിത്രമാണെങ്കിൽ ഈ ലോകത്തിലെ എല്ലാം ദൈവീകമായി തോന്നും എന്നതാണ് ഇതിന്റെ സാരം. രാധേ കൃഷ്ണ, രാധേ കൃഷ്ണ.